നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ ചൂട്, തെരഞ്ഞെടുപ്പ് ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ വലിയ തെരഞ്ഞെടുപ്പ് ചൂട് കേരളത്തിൽ എമ്പാടുമുണ്ട്. BJPക്ക് ആണെങ്കിൽ താരപ്രചാരകന്മാരുടെ നിര തന്നെയുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം താരപ്രചാരകന്മാരുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. കാരണം കേന്ദ്രഭരണമുള്ളതുകൊണ്ടും നിരവധി നേതാക്കന്മാരുള്ളതുകൊണ്ടും BJPക്ക് താരപ്രചാരകരും ജനങ്ങളെ കയ്യിലെടുക്കാൻ കഴിയുന്ന നിരവധി പേരുണ്ട്. സത്യത്തിൽ കോൺഗ്രസ് ഒക്കെ തകർന്ന അവസ്ഥയിലാണ് എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമാണ്. ഏതായാലും അവരവരുടെ അവസാനത്തെ അടവും പയറ്റാനുള്ള ശ്രമം നടത്തുകയാണ്. കഴിഞ്ഞ തവണ കേരളത്തിൽ നിന്ന് 19 സീറ്റാണ് UDFനുണ്ടായിരുന്നത്. UDFനും LDFനും ഭരണമുള്ളതും UDFന് 19 MP-മാരുള്ളതുമായ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ UDFനും LDFനും ഒക്കെ ഉയർത്തിക്കാട്ടാനുള്ള ഏക സംസ്ഥാനം കേരളമാണ്. മറ്റൊരു സംസ്ഥാനത്തും ഇത്തരത്തിലുള്ള ഘടകങ്ങളൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ അവസാനത്തെ അടവ് പയറ്റാനായി ഇപ്പോൾ ചില പ്രചാരകരെ കൂടി കേരളത്തിലേക്ക് കോൺഗ്രസ് കൂടി ഇറക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നെഹ്റു കുടുംബത്തിൻ്റെ ഇളമുറക്കാരിയായ പ്രിയങ്ക വാദ്രയാണ്. പ്രിയങ്ക വാദ്ര ഇന്ന് കേരളത്തിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയങ്ക വാദ്ര കേരളത്തിലേക്ക് എത്തി 4 മണ്ഡലങ്ങളിൽ മാത്രം പ്രസംഗിച്ച ശേഷം തിരിച്ചു പോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. UDFന്റെ പ്രചാരകയായാണ് പ്രിയങ്ക വാദ്ര ഇന്ന് കേരളത്തിലെത്തുന്നത്. സ്ഥാനാർത്ഥിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ പൊതുസമ്മേളനത്തിലും ഇവർ പങ്കെടുക്കും. കേരളത്തിലെ UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിക്കുന്നതിനായാണ് AICC ജനറൽ സെക്രട്ടറി കൂടിയായ പ്രിയങ്ക വാദ്ര ഇന്ന് കേരളത്തിലെത്തുക. പ്രിയങ്ക പ്രധാനമായും 4 സ്ഥാനാർത്ഥികൾക്കായി പ്രചരണം നടത്തും. രാവിലെ 11:30 പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിലെത്തുന്ന പ്രിയങ്ക വാദ്ര ഹെലികോപ്റ്ററിൽ തൃശ്ശൂരിലേക്ക് പോകും. 12:05 K മുരളീധരനായി വോട്ട് അഭ്യർത്ഥിക്കും. തുടർന്ന് 12:15 ബെന്നി ബെഹനാൻ മത്സരിക്കുന്ന ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ എരിയാട് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് 2 എരിയാട്ടിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് തിരിക്കും. ആന്റണിക്ക് വേണ്ടി പത്തനംതിട്ടയിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി പൊതുസമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം അവർ 3:40 തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരും. തിരുവനന്തപുരത്ത് ശശി തരൂരിന് വേണ്ടി വൈകുന്നേരം 3:30 മുതൽ 4:30 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന ശശി തരൂരിൻ്റെ പ്രചരണ പരിപാടികളിൽ ആ പരിപാടിയുടെ ഭാഗമായി നടക്കുന്ന റോഡ് ഷോയിലും അവർ പൊതുസമ്മേളനത്തിലുമൊക്കെ പങ്കെടുക്കും. വൈകിട്ട് തന്നെ പ്രിയങ്ക ഡൽഹിയിലേക്ക് തിരിക്കുകയും ചെയ്യും. ഏതായാലും രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലേക്ക് അവർ പോകുന്നില്ല. വയനാട് ഏതാണ്ട് വിജയം ഉറപ്പിച്ച മട്ടിലാണ് കോൺഗ്രസ്സുകാരുടെ ഒരു പ്രവർത്തനം. വയനാട്ടിൽ ഏതാണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 4 ലക്ഷത്തോളം വോട്ടിനാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത്. അതുകൊണ്ട് തന്നെ രാഹുലിന് വേണ്ടി പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യേണ്ടതില്ല എന്ന തോന്നലായിരിക്കാം ഒരുപക്ഷെ പ്രിയങ്ക വാദ്രയെ അവിടേക്ക് എത്താതിരിക്കാനുള്ള കാരണമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ വളരെ പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന തൃശ്ശൂർ, അതുപോലെ തന്നെ പത്തനംതിട്ട മണ്ഡലങ്ങൾ, തിരുവനന്തപുരം മണ്ഡലം, അവരുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട BJP ഏറ്റവും കൂടുതൽ പ്രതിരോധം ഉയർത്തുന്ന 3 മണ്ഡലങ്ങൾ. ഏറ്റവും കൂടുതൽ പ്രതിരോധം ഉയർത്തുന്ന മണ്ഡലങ്ങൾ വേറെയുമുണ്ട്. പക്ഷേ ഈ 3 മണ്ഡലങ്ങൾ, അവർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ 3 മണ്ഡലങ്ങൾ BJP ഏറ്റവും കൂടുതൽ പ്രതിരോധം കോൺഗ്രസ് ഉയർത്തുന്ന മണ്ഡലമാണ്. ഈ 3 മണ്ഡലങ്ങളിലെ പ്രചരണ പരിപാടിക്കായാണ് പ്രിയങ്ക വാദ്ര എത്തുക. ഏതായാലും പണ്ടായിരുന്നു പ്രിയങ്ക വാദ്രയൊക്കെ വന്ന് വോട്ട് ചോദിച്ചാൽ ആൾക്കാർ വോട്ട് കൊടുക്കുന്ന ഒരു കാലം ഒരുപക്ഷെ ഉണ്ടായിരുന്നു എന്ന് നാമൊക്കെ വിചാരിച്ചിരുന്നു. കാരണം ഇന്ദിരാഗാന്ധിക്ക് ശേഷം ശക്തിയായ ഒരാളെന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിക്ക് ശേഷം രാഹുലിനെക്കാട്ടിൽ പ്രിയങ്കരമായി മറ്റുള്ളവർക്ക് രാഷ്ട്രീയത്തിലുമൊക്കെ സജീവമാകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരാളാണ് പ്രിയങ്ക വാദ്ര. ഏതായാലും പ്രിയങ്ക വാദ്രയുടെ വിവാഹവും അതിനുശേഷം റോബർട്ട് വാദ്രയുടെ അഴിമതിയും എല്ലാം തന്നെ ജനങ്ങൾക്ക് അവരെ പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോലും, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് അഭ്യർത്ഥിക്കാൻ പോലും അവർക്ക് കഴിയാത്ത രീതിയിലേക്ക് മാറുകയും ചെയ്തു. എന്തായാലും കോൺഗ്രസ് തകർന്നടിഞ്ഞിരിക്കുന്ന ഈ അവസ്ഥയിൽ എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ കരകയറ്റാൻ പറ്റുമോ എന്ന അവസാന ശ്രമം കൂടി നടത്തുകയാണ് പ്രിയങ്ക വാദ്ര. കേരളത്തിൽ അതിനുള്ള എന്തെങ്കിലും അവസരമുണ്ടെങ്കിൽ അത് മുതലെടുക്കാനാണ് പ്രിയങ്ക വാദ്ര കേരളത്തിലേക്ക് വരുന്നത് നമുക്കറിയാം. ഏതായാലും പ്രിയങ്ക വാദ്രയുടെ വാക്ക് കേട്ടിട്ട് കേരളത്തിൽ ആരും വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രാഹുൽ തന്നെ എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. രാഹുലിനെ തന്നെ വിശ്വാസമില്ല. ആ അവസ്ഥയിൽ രാഹുൽ പറയുന്നതിന് യാതൊരു വിശ്വാസ്യതയുമില്ല എന്നും രാഹുലിന് രാഷ്ട്രീയം തന്നെ അറിയില്ല എന്നും ജനങ്ങൾക്ക് ബോധ്യമായ സ്ഥിതിക്ക് ഇനി പ്രിയങ്ക വാദ്ര വന്നിട്ട് എന്ത് ചെയ്യാനാണെന്ന ചോദ്യവും പ്രസക്തമാവുകയാണ്. ഏതായാലും മറ്റു പണിയൊന്നും കോൺഗ്രസിന് തൽക്കാലം ഇല്ലാത്ത സ്ഥിതിക്ക് പ്രിയങ്ക വാദ്രയൊക്കെ ഒന്ന് വന്നു പൊക്കോട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ.